ഹലോ ഗായ്സ്, അപ്പോൾ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞാൻ ഒരു കുഞ്ഞ് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നേക്കണേ. അപ്പോൾ ഇത് മഷ്റൂമാണ്, എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കണം. ഇത് ജസ്റ്റ് ഞാൻ സോട്ട് ചെയ്യണ ഒരു വീഡിയോ എടുത്തു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഒരു സലാഡ് ഉണ്ടാക്കാനാണ്. അപ്പോൾ അതൊക്കെ പോട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വേളിയുടെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള പുതുമനയിലെ വേളിയാണ്. അപ്പോൾ അതിൻ്റെ അയിനോനും വേളിയുടെയും വ്ളോഗാണ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ, അതായത് വ്ളോഗ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ അയിനൂണിൻ്റെ അന്ന് രാത്രി കുറേ പരിപാടികളുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഞാനും എൻ്റെ ഓപ്പിള് കൂടിയിട്ട്, ഇത് തന്നെ എൻ്റെ ഓപ്പിളാണ് കേട്ടോ, ശുഭോപ്പിള്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഒരു ഡാൻസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസും ലീലാവിലാസങ്ങളുമാണ് നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് പഠിച്ചെടുത്തതാണ് കേട്ടോ ഇത്. പെട്ടെന്ന് പ്ലാൻ ചെയ്തു, പെട്ടെന്ന് അങ്ങ് കളിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ കളിക്കണില്ല, ഞാൻ ഇവിടുത്തെ ഒരു പ്രോഗ്രാമിനും കളിക്കണില്ല, ആര്യ ഡാൻസ് ടീച്ചറായിട്ട് ഒരു ഡാൻസും കളിക്കണില്ലല്ലോ എന്ന് കുറേ പേരായി പറയുന്നു. കുറേ പേർക്ക് പരാതിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പരാതി അങ്ങ് ഞാൻ തീർക്കാമെന്ന് വിചാരിച്ചു. രണ്ടും കൽപ്പിച്ച് ഞാനും എൻ്റെ ഓപ്പിളും കൂടിയിട്ട് ഞങ്ങളങ്ങ് ഡാൻസ് കളിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചധികം ഒരു 4 പാട്ട് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞങ്ങൾ എടുത്തേക്കണം, എഡിറ്റും കട്ടൊക്കെ ചെയ്തേക്കണം. അപ്പോൾ അതിൻ്റെ ഒരു പ്രാക്ടീസ് വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ അത് ഞാൻ ഫുള്ളായിട്ട് ഇടുന്നില്ല, കാരണം ഡാൻസ് ഓൾറെഡി ഞങ്ങൾ കളിച്ച വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഈ വ്ളോഗിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫുള്ള് കാണണം, എന്നാലേ മനസ്സിലാവുള്ളൂ കേട്ടോ. എൻ്റെ പാട്ടും പിന്നെ പ്രോഗ്രാം ഡാൻസും അങ്ങനെ എല്ലാം ഞാൻ ഈ വ്ളോഗിൽ തന്നെയാണ് ഞാനത് ഇട്ടേക്കുന്നത്. ലാസ്റ്റൊക്കെ ആകുമ്പോൾ അതെല്ലാം വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫുള്ള് മിസ്സാക്കാതെ, സ്കിപ്പ് അടിക്കാതെ എല്ലാവരും കാണുക കേട്ടോ. അപ്പോൾ എല്ലാവരോടും മെയിനായിട്ട് പറയാനുള്ളത്, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഒരു ബെൽ ബട്ടൺ കൂടി അമർത്തിക്കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. പിന്നെ എല്ലാവർക്കും, കൂട്ടുകാർക്കും ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും റിലേറ്റീവ്സിനും എല്ലാവർക്കും എൻ്റെ ഈ പേജ് ഒന്ന് ഷെയർ ചെയ്യുക. അവരോട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക കേട്ടോ. അപ്പം ഞാനിത് എൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് രീതിയിലാണ് ഞാൻ ഈ വ്ളോഗൊക്കെ എടുക്കണേ കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. കുറേ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എനിക്ക് സന്തോഷമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ പ്രാക്ടീസും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് സ്റ്റേജിൽ അങ്ങോട്ട് കളിച്ചാൽ മതി എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് രാത്രി കഴിഞ്ഞു, അപ്പോൾ നാളെയാണ് കേട്ടോ അതിനോണ്. ഓക്കെ, സോ ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. പക്ഷെ ഒരു അബദ്ധം പറ്റി, എൻ്റെ ഈ മാല, താമരയുടെ മാല ഞാൻ തിരിച്ചാണ് ഇട്ടേ. പക്ഷെ അത് ഞാൻ ശരിയാക്കി ഇട്ടു കേട്ടോ. അപ്പോൾ ഞാനും മായെടുത്തിയും അമ്മ പുറകെ വരുന്നുണ്ട് കേട്ടോ. അമ്മ റെഡി ആവണേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചുമ്മാ ഒരു ഇൻട്രോ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ള ഹാളിൽ തന്നെയാണ് നമ്മുടെ അയിനൂണ് ചടങ്ങ് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അമ്പലത്തിൽ തൊഴുതിട്ട് അങ്ങോട്ട് പോവാം. ഓക്കെ, അപ്പം നമ്മൾ തൊഴുത് കഴിഞ്ഞിട്ട് നേരെ ഹാളിലേക്ക് പോയി. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു കേട്ടോ. അപ്പോൾ ഇഡ്ഡലിയും വടയും സാമ്പാർ ചട്നി പിന്നെ കാപ്പി ചായ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആക്ച്വലി ഒരു ഡയറ്റിലൊക്കെയാണ്. രാവിലെ ഞാൻ അങ്ങനെ ഇങ്ങനത്തെ ഫുഡൊന്നും കഴിക്കാറില്ല. പക്ഷേ നമ്മൾ ഇങ്ങനെ ഒരു ഫംഗ്ഷന് നമ്മളത് ഡയറ്റും പറഞ്ഞിരുന്ന ഓരോരുത്തർ കളിയാക്കാൻ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇഡ്ഡലി കഴിച്ചു കേട്ടോ. അപ്പോൾ വേളിയുടെ, അതായത് അയിനൂണിൻ്റെ ഒരുക്കങ്ങൾ നടക്കുകയാണ് കേട്ടോ. തലേദിവസം നടക്കുന്ന ചടങ്ങാണ് അയിനൂൺ, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇതാണ് കേട്ടോ വേളിപ്പയ്യൻ നാരായണൻ എന്നാണ് പേര്. അപ്പോൾ ഇത് ആ സ്റ്റേജിൽ ഒരുക്കങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ അയിനൂണിൻ്റെ ഇതൊക്കെ എല്ലാം സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ആ കുട്ടികൾ ആരാന്ന് വെച്ചാൽ ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ, ശുഭോപ്പളുടെ മോളാണ് ദിയ. പിന്നെ മറ്റത് 2 പേര് ദേവിയും ദുർഗയാണ്, ശുഭോപ്പളുടെ ഹസ്ബൻഡിൻ്റെ ചേച്ചിയുടെ മക്കളാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങളെല്ലാവരും കൂടി ഇരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ രമേടത്തി, ഇതാണ് പയ്യൻ്റെ അമ്മയാണ് കേട്ടോ. നമ്മുടെ വേലി കഴിക്കാൻ പോണ പയ്യൻ്റെ അമ്മയാണേ. അപ്പോൾ ഇതാ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഓരോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് വേളിയുടെ, അതായത് അയിനൂണിൻ്റെ ഒരുക്കങ്ങളാണ്. വിളക്കും എല്ലാം വച്ചേക്കുന്നത് കേട്ടോ. ഇത് കുഞ്ഞിപ്പെണ്ണാണ്. എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയ, ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഈ കുഞ്ഞിനെ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. സത്യം പറഞ്ഞാൽ ഐ ആം ഒബ്സസ്ഡ് വിത്ത് ദിസ് ഗേൾ എന്നൊക്കെ പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര ക്യൂട്ടാണ്, ഭയങ്കര സംസാരമാണ് ആൾ. അപ്പോൾ ഞാനിങ്ങനെ അവളായിട്ടായിരുന്നു എൻ്റെ കത്തി മുഴുവൻ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ബോറടിച്ചതേ ഇല്ല കേട്ടോ സത്യം പറഞ്ഞാൽ. അങ്ങനെ നമ്മുടെ അയിനൂണിൻ്റെ ചടങ്ങുകളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഊണ് കഴിക്കല, അയിനൂണെന്ന് പറയുമ്പോൾ ഊണ് കഴിക്കലാണ് ഇപ്പം
നടക്കണേ. അപ്പോൾ നടുക്കിൽ നമ്മുടെ വേലി കഴിക്കാൻ പോണ പയ്യനിരിക്കും, അപ്പുറത്തും ഇപ്പുറത്തും 2 പേര് ഇരിക്കും കേട്ടോ. അങ്ങനെയാണ് അയിനൂണിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അതാ ക്യാമറാമാനും എല്ലാവരും ഉണ്ട് കേട്ടോ. ഓരോരുത്തർ ഓരോ സൈഡിൽ നിന്ന് വീഡിയോ എല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനും അപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്ന് പോയിട്ട് പിന്നെ ഞാൻ ദിയേനെ, അതായത് ശുഭോബളുടെ മോളെ ഞാൻ ഫോണും കൊടുത്തു വിട്ട് സൈഡിലൊന്ന് മോളെ എടുത്തിട്ട് വരുമോ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അവളാണ് കേട്ടോ ഇതൊക്കെ എടുത്തത്. കുറച്ചൊക്കെ അവളെ കൊണ്ട് പറ്റണ പോലെ അവളും എടുത്തിട്ടുണ്ട്. എനിക്കെന്തോ അങ്ങോട്ട് പോകാനൊരു ചമ്മൽ പോലെ, കാരണം നല്ല തിരക്ക് അവരുടെ ആൾക്കാരൊക്കെയാണ് ഉള്ളത്. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങോട്ട് പോയില്ല കേട്ടോ. അപ്പോൾ ഇത് വേളി കഴിക്കാൻ പോണ പയ്യൻ്റെ പെങ്ങന്മാർ, അതായത് പെങ്ങന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവർ കണ്ണെഴുതിക്കുന്ന ഒരു ചടങ്ങാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പെങ്ങന്മാർക്ക്, അതായത് എത്ര പെങ്ങന്മാരുണ്ട് അവർക്കൊക്കെ എഴുതിക്കാം, അങ്ങനെ ചടങ്ങാണ് കേട്ടോ. അപ്പോൾ ഇത് സദ്യവട്ടമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അയിനൂണിന് വിളമ്പാൻ പോകുന്ന ഓരോ കറികളും കൂട്ടാനും ഒക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെ അയിനൂണ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തോ 2 പേരിരുന്നിട്ട് അവരുടെ ഒപ്പം ഫുഡ് കഴിക്കലും നല്ലൊരു സദ്യയാണ് കേട്ടോ അയിനൂണെന്ന് പറയുമ്പോൾ. കാണാൻ പോകുന്നത് നമ്മളെല്ലാവരും കൂടി തിരുവാതിര കളിക്കലാണ് കേട്ടോ. ജസ്റ്റ് എല്ലാവരും കൂടി ആരൊക്കെ ഉണ്ടോ എല്ലാവരും കൂടി നമ്മളൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അയിനൂണ് കഴിഞ്ഞാൽ അങ്ങനെ ഒരു തിരുവാതിര കളിക്കും. കളിക്കണവരുണ്ട്, കളിക്കാത്തവരുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ കുറേ ആത്തേമാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ വിചാരിച്ച് എല്ലാവരും കൂടി തിരുവാതിര കളിക്കാമെന്ന് കേട്ടോ. അപ്പോൾ ഇത് പ്ലാക്കുടിയിലെ ചന്ദ്രിക എടുത്തി, പിന്നെ അപ്പുറത്തിരിക്കുന്ന സിന്ധു എടുത്തി, അങ്ങനെ എല്ലാവരും കൂടി ഓരോ പാട്ടൊക്കെ പാടുകയാണ് കേട്ടോ. തിരുവാതിരപ്പാട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ നമുക്ക് ഇഷ്ടമുള്ള പാട്ടൊക്കെ പാടാം, അതൊക്കെ ഒരു രസമല്ലേ. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് അതൊക്കെ ആസ്വദിക്കുകയായിരുന്നു. മൈക്കും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ പാട്ടൊക്കെ പാടി അടിച്ച് പൊളിക്കുകയായിരുന്നു, ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ പോലെ. അപ്പോൾ ഇത് പയ്യൻ്റെ അമ്മാത്തു നിന്നുള്ള ആൾക്കാരാണ് കേട്ടോ. അവരുടെ ഷർട്ടൊക്കെ ഭയങ്കര വെറൈറ്റി ആയിരുന്നു. എന്താ പറയുക, എല്ലാവരും ഒരേപോലത്തെ ഇട്ട് അവരായിരുന്നു ശരിക്കും ഭയങ്കര ഓളമായിരുന്നു കേട്ടോ പരിപാടിക്ക്, പ്രോഗ്രാമിനൊക്കെ. അങ്ങനെ ഉച്ചയായി സമയം. അപ്പം നമ്മളിനി ഫുഡിങ് ആണ്, ലഞ്ച് ടൈമാണ്. അപ്പം നല്ല സദ്യയുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്നിട്ടുണ്ട്. മുകളിലായിരുന്നു സദ്യയൊക്കെ കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഉണ്ട്. എന്താ പറയുക, ശർക്കര വരട്ടി, പിന്നെന്താ കായ വറുത്തത്, ഉപ്പിലിട്ടത്, പിന്നെ തോരൻ ചെറുപയറിൻ്റെ ഒരു തോരനായിരുന്നു കേട്ടോ. പിന്നെ അവിയലുണ്ട്, ഓലനുണ്ട്, കിച്ചടി ഉണ്ട്. അങ്ങനെ സദ്യക്ക് വേണ്ട ഒരുവിധം എല്ലാം സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത്ര ഹെവി സദ്യയല്ല, അയിനൂണായതുകൊണ്ട് 4 കറി എന്ന് പറയാം, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതാ ചോറ് വന്നു, പിന്നെ പരിപ്പ് കറി. നമ്മുടെ അറിയാലോ, നമ്മുടെ തെക്കോട്ട് പരിപ്പ് കറിയാണ് മെയിൻ. ആദ്യം പരിപ്പും നെയ്യും പപ്പടമൊക്കെ കൂട്ടും. അപ്പോൾ ഞാൻ നെയ്യ് കൂട്ടാത്തതുകൊണ്ട് ഞാൻ പരിപ്പ് മാത്രം ഒഴിച്ചിട്ടാണ് കഴിച്ചത് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇപ്പം എല്ലാം കഴിഞ്ഞ് തിരിച്ച് ഇല്ലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പം നമുക്കൊരു 4:30 ആകുമ്പോഴേ പോകണ്ടു. 4:30-5 മണിയോട് കൂടി. കാരണം ഇനി അവിടെ എന്തൊക്കെയോ പ്രോഗ്രാം ഉണ്ട്. ചിലപ്പോൾ ഞാനൊരു ഡാൻസ് കളിക്കും, ഞാനും ചേച്ചിയും കൂടിയിട്ട്. എൻ്റെ ഒരു ഓപ്പിളുണ്ട്, ശുഭ ഓപ്പിൾ. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടി ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. നോക്കട്ടെ എത്രത്തോളം സക്സസ് ആകുന്നൊന്നും അറിയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പിന്നിപ്പോൾ വേറെ ഒന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ യദുവേട്ടനുള്ള ഫുഡൊക്കെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ ഇനിയിപ്പോൾ യദുവേട്ടൻ അമ്പലത്തിൽ നിന്ന് വന്നിട്ട് ഫുഡൊക്കെ കൊടുക്കുക, കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യുക. ഭയങ്കര ക്ഷീണം, എനിക്ക് തീരെ വയ്യ ഗൈസ്. അപ്പോൾ ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി വേഷമൊക്കെ ഒന്ന് മാറണം, സെറ്റുമുണ്ടൊക്കെ ഒന്ന് മാറി ഒന്ന് ഫ്രഷ് ആവണം. ഓക്കെ ഗൈസ്, അപ്പോൾ റെഡി ആയിട്ടുണ്ട് വൈകുന്നേരത്തേക്ക്.
കണ്ണനോടു നീ എന്തു പരിഭവം നിന്നയോടി വന്നു
അപ്പോൾ രാത്രിയിലത്തെ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. രാത്രി നമുക്ക് ഫ്രൈഡ് റൈസ്, ചപ്പാത്തി അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ഡേ ആയിരുന്നു ഇന്ന്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇനി നമുക്ക് നാളെ കാണാം. രാത്രി ചെന്ന് നമ്മൾ നേരെ ഉറങ്ങിയിട്ടോ, അത്ര ക്ഷീണം ഉണ്ടായിരുന്നു. സോ പിറ്റേ ദിവസമായി ഇന്ന് നമ്മുടെ വേളിയുടെ ഡേ ആണ്. ഇത് കല്യാണം, അതായത് ഇത് മാരേജ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ഞാനൊക്കെ റെഡിയായി, ഞാനും സാരിയാണ്. അപ്പോൾ ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, സാരി എടുത്തിട്ട്. അപ്പോൾ അതാ ഇന്നലെ കണ്ട സ്റ്റേജേ അല്ല, സ്റ്റേജൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഏതോ ഒരു ടീമാണ്, ടീമിൻ്റെ പേര് പറയുന്നുണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. സ്റ്റേജും സൈഡൊക്കെ മറച്ചിട്ടുണ്ട്, നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബ്രൈഡിൻ്റെ എൻട്രിയാണ് കേട്ടോ. അത് കണ്ടു നോക്കൂ. അപ്പോൾ ഞാൻ ഇന്നൊരു പിങ്ക് സാരിയാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഞാൻ ഇന്നൊരു വെറൈറ്റി മോഡലിലൊക്കെയാണ് ബ്ലൗസ് തയ്പ്പിച്ചത്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ട് എന്നോട് കുറേ പേര് വന്ന് പറഞ്ഞു, അയ്യോ സൂപ്പറായി എന്നൊക്കെ. അപ്പോൾ അതിന് മാച്ചായിട്ടുള്ള മാലയും വളയും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ആക്ച്വലി എൻ്റെ റിംഗ് ലൈറ്റ് ഭയങ്കര കേടായിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ പോലെ ചെയ്യാത്തത്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തന്നെ. പക്ഷേ റിംഗ് ലൈറ്റ് ഇല്ലാണ്ട് വെളിച്ചില്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാത്തത്. അപ്പോൾ ഇവരൊക്കെ എൻ്റെ റിലേറ്റീവ്സാണ് കേട്ടോ. അപ്പോൾ അതിൽ കുറേ പേര്
യൂട്യൂബ് കാണുന്നവരുണ്ട്. അപ്പോൾ ഹായ് ഒക്കെ പറയുകയാണ് എല്ലാവരും. അങ്ങനെ നമ്മളെല്ലാവരും കൂടി വർത്താനമൊക്കെ പറഞ്ഞ് എല്ലാവരും ഉണ്ട് കേട്ടോ. ഒന്ന് നല്ല തിരക്കുണ്ട്, വെയിലി ഡേ ആയതുകൊണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരിക്കുകയാണ്. അപ്പോൾ അതായത് അമ്മ, ചെറിയമ്മ, അച്ചോള്, അതായത് അച്ചോള് എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ പെങ്ങളെയാണ് പറയുക കേട്ടോ. മറ്റേത് ചെറിയമ്മയാണ്. ചെറിയമ്മ എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ ആങ്ങളയുടെ അനിയൻ്റെ ഭാര്യയാണ്. പിന്നെ ഇതാ യദുവേട്ടൻ്റെ അമ്മ. അപ്പോൾ അവർ 3 പേരും കൂടി ഞാൻ വിളിച്ചപ്പോൾ അങ്ങനെ തിരിഞ്ഞു നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അതാ ഇന്നും സുന്ദരിക്കുട്ടി നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങി ചുന്ദരിയായിട്ടാണ് വന്നേക്കണേ കേട്ടോ. അപ്പോൾ ഞാൻ കുഞ്ഞിനെയും കളിപ്പിച്ചു. അവളെ എന്നെ കണ്ടതും എൻ്റെ അടുത്തേക്ക് ഓടി വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. കാരണം എനിക്ക് അവളോട് ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ആയിപ്പോയി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കുഞ്ഞിനെ. പിന്നെ അതിനുശേഷം എന്താ ഞങ്ങൾ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി, കാരണം ഈ ക്രിയകൾ നടക്കണം. നമുക്ക് അറിയാലോ, നമ്പൂതിരിമാരുടെ വേലി എന്ന് പറയുമ്പോൾ നല്ല ചടങ്ങുകളുണ്ട്. അപ്പോൾ ഓരോ ക്രിയകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഹോമം അങ്ങനെ. അപ്പോൾ അതിൻ്റെ പുക അടിച്ചിട്ട് നമുക്ക് ഉള്ളിലിരിക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പുറത്ത് വന്നേക്കാണ്. പുറത്ത് വന്നപ്പോൾ ഉണ്ട് കുറേശ്ശെ മഴയൊക്കെ പെയ്തു തുടങ്ങി, ചെറിയ ചാറ്റൽ മഴ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി വർത്താനമൊക്കെ പറഞ്ഞ് എല്ലാവരും വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ പുറത്തിറങ്ങി നിന്നു കേട്ടോ. പുറത്തിറങ്ങി നിന്നപ്പോൾ ഒരു ആശ്വാസമായത് സത്യത്തിൽ. കാര്യം അപ്പോൾ ഒരു റിഫ്രഷ്മെൻ്റ് ആയിട്ടോ. അങ്ങനെ അതിന് ശേഷം ഞങ്ങൾ തിരിച്ചുള്ളിലേക്ക് പോയേ. അപ്പോൾ നിങ്ങൾ കാണുന്നത് വിചാരിക്കേണ്ടത് ഇതെന്താ ഇവർ കിടന്ന് ഇങ്ങനെ വെറുതെ ഓളിയിരുന്നത്. ഇത് വെറും ഒരു ഓളിയല്ല കേട്ടോ. ഇത് നമ്മുടെ വേലി കഴിഞ്ഞ ഉടനെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ആർപ്പുവിളിയാണ്. അതും ഒരു ചടങ്ങിൻ്റെ ഭാഗമാണ് ആർപ്പുവിളി. അപ്പോൾ പയ്യൻ്റെ കൂട്ടരിൽ പെണ്ണിൻ്റെ കൂട്ടരിൽ ആർപ്പുവിളി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒരു വൈബാണ് കേട്ടോ. അതിനുശേഷം എന്താ ഇവരുടെ മാലയിടലും ഒക്കെ കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഫുഡ് കഴിച്ചു. ഫുഡ് കഴിക്കുന്നൊന്നും എടുക്കാൻ പറ്റില്ല, നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ല സദ്യയായിരുന്നു. 2 കൂട്ടം പായസം ഉണ്ടായിരുന്നു കേട്ടോ. പാലട ഉണ്ടായിരുന്നു, കടല ഉണ്ടായിരുന്നു. അതിനുശേഷം എന്താ ഓരോ വീഡിയോ ഒക്കെ കുട്ടിയുടെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഒരു കുഞ്ഞേ വ്ളോഗ്. ഇതോടുകൂടി ചെറുതായിട്ട് എൻ്റെ വ്ളോഗ് അവസാനിക്കുകയാണേ. അപ്പോൾ ഈ വ്ളോഗ് തീർന്നേക്കാളും മുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, എൻ്റെ ഈ കോസ്റ്റ്യൂംസ്, അതായത് ഞാൻ ഈ 2 ദിവസം ഇട്ട ഈ 3 ഡ്രസ്സസിനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ സാരിയുടെ ബ്ലൗസ്, അതുപോലെ ഈ സെറ്റ് മുണ്ടിൻ്റെ ബ്ലൗസ്, അതെല്ലാം, പിന്നെ ഞാനും എൻ്റെ ചേച്ചിയും കൂടി എടുത്ത ഒരു കുർത്തയല്ല ഒരു സെറ്റ്, ബോട്ടം സെറ്റാണ്. അപ്പോൾ അതെല്ലാം എനിക്ക് ബ്ലൗസൊക്കെ ആ 2 ദിവസം മുൻപ് എനിക്ക് അത്ര അത്യാവശ്യം പറഞ്ഞുകൊണ്ട് എനിക്ക് ആ ചേച്ചി തയ്ച്ചു തന്നതാണ്, ചേച്ചിയുടെ ഇതിൽ. അപ്പോൾ ബിൻസ് സ്റ്റൈൽ, അമ്പലപ്പുഴ കച്ചേരിമുക്കിലുള്ള ബിൻസ് സ്റ്റൈൽ, അവരാണ് എനിക്കത് തയ്ച്ചു തന്നേക്കണേ കേട്ടോ. അപ്പോൾ കുറേ പേര് ചോദിച്ചു, നന്നായിട്ടുണ്ടല്ലോ ആര്യ ബ്ലൗസ് തയ്ച്ചത്, സൂപ്പറായിട്ടുണ്ടല്ലോ, പിന്നെ ആ ഡ്രസ്സ്, ആ കുർത്ത, ആ പാൻറ്റ്, ബോട്ടം സെറ്റ് എവിടെ നിന്ന് അടുത്തൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തതും എനിക്ക് ബ്ലൗസൊക്കെ തയ്പ്പിച്ചതും ഞാൻ ബിൻസ് സ്റ്റൈലിലാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇനി അവിടെ പോവാം. അതായത് അവിടുത്തെ ചേച്ചിയൊക്കെ നന്നായിട്ട്, അവിടുത്തെ ഒരു ബയ്യ സൂപ്പറായിട്ട് തയ്ച്ചു തരും കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങൾ 2 പേരും കൂടി ഒരുമിച്ച് എടുത്ത കുർത്ത കേട്ടോ. അപ്പോൾ എല്ലാവരും മറക്കണ്ട, ബിൻസ് സ്റ്റൈൽ അമ്പലപ്പുഴ കച്ചേരിമുക്ക് തന്നെയാണ്. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫംഗ്ഷനും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് രാവിലെ ഭയങ്കര തിരക്കായിരുന്നതുകൊണ്ട് ഇൻട്രോ ഒന്നും പറയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതാണ് എൻ്റെ സാരി. ഞാൻ ഇങ്ങനെ ഒരു സാരിയാണ് എടുത്തേക്കണത് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ വൈൻഡപ്പ് ചെയ്യാനാണ് വന്നേക്കണേ. അപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു വ്ളോഗ് എല്ലാവരും കാണാം കേട്ടോ. എന്താ പറയുക, ഒരു തട്ടിക്കൂട്ട് വ്ളോഗാണ്. എനിക്ക് വിചാരിച്ച പോലെ എടുക്കാൻ പറ്റിയിട്ടില്ല, ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് പിന്നെ നല്ല റഷായതുകൊണ്ട് അധികം എടുക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും എൻ്റെ ഈ കുഞ്ഞ് വ്ളോഗ് എല്ലാവരും പറയുന്നുണ്ട്, ആര് എപ്പോഴും ഇടും വ്ളോഗ്, ഞങ്ങൾക്ക് കാണണ്ടേന്ന്. എപ്പോഴും ഇടാം, ഞാൻ ശ്രമിക്കാം എന്തായാലും. ഓക്കെ, അപ്പോൾ എല്ലാവരും എൻ്റെ വ്ളോഗ് കാണുക. ദിസ് ഈസ് ആര്യ താമരപ്പള്ളീസ് വ്ളോഗ്. ബൈ.